പ്രിയമുള്ളവരെ, നമ്മൾ ഡിവിഷൻ ചെയ്യാനായിട്ട് പോവുകയാണ്. നോക്കിയാൽ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ഡിവിഷൻ എങ്ങനെ നടത്താം എന്നാണ് നമ്മൾ നോക്കുന്നത്. 2, 4, 8 സംഖ്യകൾ കൊണ്ട് നമ്മുടെ ഡിവിഷൻ എങ്ങനെ എളുപ്പമാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 100/2, ഈ 100/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100ൻ്റെ പകുതിയാണ്. 100ൻ്റെ പകുതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 50. നമുക്ക് ഒന്നാമത്തെ ആൻസർ കിട്ടി. നോക്കുക, 400ൻ്റെ പകുതി. 400ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എത്രയാണ്, അത് 200 ആണ് അല്ലേ. 200 എന്ന് കിട്ടി. അല്ലായെങ്കിൽ ഈ 4ന് 2ൻ്റെ ടേബിളിൽ 2 പ്രാവശ്യം 4ഉണ്ട്, 4ൽ 2 2ഉണ്ട്, 2ൽ ഒരു 2 ഉണ്ട്. അങ്ങനെയും നമുക്ക് 2, 0, 0, 200 കിട്ടും. നോക്കാം, മൂന്നാമത്തത് നമ്മൾ 50ൻ്റെ പകുതി. എപ്പോഴും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, പകുതി എടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ പകുതി എടുക്കുക. 50/2 എന്ന് വെച്ചാൽ 50ൻ്റെ പകുതിയാണ്. വളരെ എളുപ്പത്തിൽ പറയാം, അത് 25 ആണ്. ഓക്കെ, ഇനി നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോയി. ഇപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പകുതി എടുത്തു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം പകുതി എടുക്കണം. അതായത് 100ൻ്റെ പകുതി 50, 50ൻ്റെ പകുതി 25, അതായത് 25 ആണ് നമ്മുടെ ആൻസർ. 100/4 എന്ന് പറയുന്നത് 25 ആണ്. അതേപോലെ 200/4 എന്ന് പറയുമ്പോൾ നമ്മൾ 200ൻ്റെ പകുതി അത് 100 ആണ്. 100ൻ്റെ പകുതി അത് 50 ആണ്. അതായത് 50 ആണ് നമ്മുടെ ആൻസർ. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 2 പ്രാവശ്യം പകുതി എടുത്താൽ മതി. നിങ്ങൾ മനസ്സിലുണ്ടാകണം. ഇനി 500/4, അതായത് ആദ്യം 2 പ്രാവശ്യം പകുതി എടുക്കണ്ടേ. 500ൻ്റെ പകുതി നമുക്ക് എല്ലാവർക്കും അറിയാം, അത് 250 ആണ്. 250ൻ്റെ പകുതി നമുക്ക് എളുപ്പത്തിൽ പറയാം, അത് 125 ആണ്. അതായത് 500/4 എന്ന് പറയുന്ന 125 ആണ്. നോക്കുക, ഇനി നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ട 800/8. നമ്മൾ എത്ര പ്രാവശ്യം പകുതി കാണണം, 3 പ്രാവശ്യം. അപ്പോൾ 800ൻ്റെ പകുതി എല്ലാവർക്കും അറിയാം, അത് 400 ആണ്. ഇനി 400ൻ്റെ പകുതി എല്ലാവർക്കും അറിയാം, അത് 200 ആണ്. ഇനി 200ൻ്റെ പകുതി എല്ലാവർക്കും അറിയാവുന്നതാണ്, എത്രയാണ്, 100 ആണ്. അതായത് 100 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം പകുതി എടുത്തു. നമുക്ക് 600/8, ഇവിടെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 പ്രാവശ്യം പകുതി എടുത്താൽ മതി. 600ൻ്റെ പകുതി അത് 300 ആണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 300ൻ്റെ പകുതി അത് 150 ആണല്ലോ. 150ൻ്റെ പകുതി 75 നമ്മുടെ ആൻസറായി. അപ്പോൾ നമ്മൾ 1, 2, 3 പ്രാവശ്യം നമ്മൾ പകുതി എടുത്തു. അപ്പോൾ 8 കൊണ്ട് ഒരു സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 3 പ്രാവശ്യം പകുതി എടുത്താൽ മതി എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇവിടെ നോക്കുക, 1000/8. 1000/8 എന്ന് പറയുമ്പോൾ എന്താണ്, 1000ൻ്റെ പകുതി 3 പ്രാവശ്യം പകുതി എടുക്കണ്ടേ. 1000ൻ്റെ പകുതി 500. ഓക്കെ, 500ൻ്റെ പകുതി 250, 250ൻ്റെ പകുതി 125. 3 പ്രാവശ്യം പകുതി എടുത്ത് നമുക്ക് 125 ആൻസർ കിട്ടി. ഇനി 100നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം പകുതി കാണണം, 3 പ്രാവശ്യം കാണണ്ടേ. അപ്പോൾ 100ൻ്റെ പകുതി 50, ഒരു പ്രാവശ്യം കണ്ടു. 50ൻ്റെ പകുതി 25, 2 പ്രാവശ്യം കണ്ടു. ഇനി 25ൻ്റെ പകുതി എന്ന് പറയുന്നത് 12.5 അല്ലേ, അതായത് 12.5. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ രീതിയിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ പകുതി എടുക്കുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 2 പ്രാവശ്യം പകുതി എടുക്കുക, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 3 പ്രാവശ്യം പകുതി എടുക്കുക. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോകുമ്പോൾ ഇതേപോലെയുള്ള കണക്കുകൾ വന്നാൽ നമുക്ക് ഇതേപോലെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട, നമുക്ക് 3 പ്രാവശ്യം പകുതി എടുത്താൽ മതി. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട, 2 പ്രാവശ്യം പകുതി എടുത്താൽ മതി. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട, എന്ത് ചെയ്താൽ മതി, നേരെ പകുതി എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കേ.